ഹലോ ഗൈസ്, വെൽക്കം ടു സൂപ്രൻസ് വ്ലോഗ്. എനിക്ക് കുറച്ച് നാളായിട്ട് വരുന്ന കമൻറ്റുകളാണ് ഞാൻ എങ്ങനെയാണ് പോളണ്ടിൽ വന്നത്, എങ്ങനെ പോളണ്ടിലോട്ട് വരാം, യൂറോപ്പിൽ വരാൻ ഒരുപാട് പൈസയാകില്ലേ, എൻ്റെ ആഗ്രഹമാണ് യൂറോപ്പിലോട്ട് വരാൻ. പക്ഷേ എൻ്റെ ഫിനാൻഷ്യലി വീട്ടിലൊന്നുമില്ല, സീറോയാണ്. കുറേ ഫ്രണ്ട്സൊക്കെ ബാങ്കിലൊക്കെ വീട് പണയം വെച്ചിട്ടാണ് യൂറോപ്പിലോട്ട് പോയത്. അത് വെർത്താണോ? എനിക്കും രക്ഷപ്പെടണം, പക്ഷേ പൈസയില്ല, 20 ലക്ഷമൊക്കെ ആവത്തില്ല ഇപ്പോൾ യൂറോപ്പിലോട്ട് വരാൻ എന്നൊക്കെ കുറേ കമൻറ്റ്സ് എനിക്ക് വരാറുണ്ട്. എന്നാൽ അതിനെല്ലാത്തിനുള്ളൊരു മറുപടിയാണ്. ഓരോരുത്തർക്കും വന്ന് പേഴ്സണലി മറുപടി തരുന്നതിനെന്നുള്ളത് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നതെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എങ്ങനെ പോളണ്ടിലോട്ട് വന്നെന്ന് അറിയണമെങ്കിൽ ഞാൻ നാട്ടിൽ എന്താണ് ചെയ്തത്, എന്തുമാണ് പഠിച്ചത് എന്നൊക്കെ അറിയണം. ഞാൻ +2 കൊമേഴ്സ് ആയിരുന്നു. ഞാൻ +2 പഠിക്കുമ്പോൾ തന്നെ കാറ്ററിങ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനങ്ങളാണ് ഞാൻ എൻ്റെ പോക്കറ്റ് മണിയും എൻ്റെ ആവശ്യങ്ങളൊക്കെ നടത്തിയിരുന്നത്. ഞാനും ഫിനാൻഷ്യലി അത്ര റിച്ച് ആയിട്ടുള്ള കുടുംബത്തിൽ നിന്നും വന്നതല്ല. ഞാനും ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ്റെയും ഒരു തൊഴിലുറപ്പിന് പോകുന്ന അമ്മയുടെയും മോനാണ്. ഞാനൊരു സാധാരണപ്പെട്ട കുടുംബത്തിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ +2 കഴിഞ്ഞ് നേരെ IT-ലോട്ടാണ് പോകുന്നത്. IT പഠിക്കാൻ പോയി. IT മെഷീനിസ്റ്റ് ആയിരുന്നു ഞാൻ പഠിച്ചത്. അത് 2 കൊല്ലം പഠിച്ചു. ആ സമയത്ത് എൻ്റെ പോക്കറ്റ് പണിക്ക് ഞാൻ കാറ്ററിങ്ങിന് പോകുമായിരുന്നു. കാറ്ററിങ്ങും പിന്നെ രാവിലെ എണീച്ച് പിന്നെ പത്രം ഇടാൻ പോകുമായിരുന്നു. അപ്പം എൻ്റെ നാട്ടിലാരുടെ ഇത് കാണുന്നുണ്ടെങ്കിൽ അവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, പത്രം ഇട്ട് കിടന്ന് പയ്യൻ എങ്ങനെ യൂറോപ്പിൽ പോയെന്ന്. ഞാൻ അത്ര പഠിക്കാൻ മിടുക്കാനായിട്ടുള്ളൊരു പയ്യനൊന്നും അല്ലായിരുന്നു. ക്ലാസ്സിൽ ഉഴപ്പനായിരുന്നു, എല്ലാവരെ പോലെ ബാക്ക് ബെഞ്ചറായിരുന്നു. IT അങ്ങനെയൊക്കെ പഠിച്ച് പാസ്സായി. അത് കഴിഞ്ഞ് CNC പഠിക്കാൻ പോയി 1 കൊല്ലം. അത് പുത്തങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് CNC പഠിച്ചത്. അത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് ഒരു 2 കൊല്ലം ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്തു CNC ഓപ്പറേറ്ററായിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് നാൾ ഞാൻ അവിടുത്തെ ജോലി നിർത്തിയിട്ട് നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. നാട്ടിൽ ആ സമയത്ത് വെൽഡിങ്ങിൻ്റെ പണിക്ക് ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട്, അലൂമിനിയം ഫാബ്രിക്കേഷന് ഹെൽപ്പറായിട്ട് പോയിട്ടുണ്ട്, മൈക്കാട് പണിക്ക് പോകുമായിരുന്നു. മേശിരി ആയിരുന്നല്ലോ, അപ്പോൾ അച്ഛൻ്റെ കൂടെ വാർപ്പിൻ്റെ പണിക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനെ എല്ലാ പണിക്കും പോയിട്ടുമുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് അച്ഛൻ്റെ കൂടെ പോയ പണിക്കാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയത്. കാരണം അച്ഛൻ്റെ കൂടെ പണിക്ക് പോയപ്പോഴാണ് അച്ഛൻ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. നമുക്കൊന്നും പിടിച്ച് നിൽക്കാൻ പറ്റാത്തത്ര വെയിലാണ്. അന്ന് ഞാൻ പോയി മുട്ടയിട്ടെന്ന് പറയാം, അതുപോലെ വെയിലത്ത് നിന്നാണ് അച്ഛൻ പണിയെടുക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായി. അന്നുപോലെ ആ ഒരു ആഗ്രഹമായിരുന്നു, എങ്ങനെയായാലും എവിടെയെങ്കിലും ജോലിക്ക് കയറി രക്ഷപ്പെട്ടിട്ട് അച്ഛനെ ജോലിക്ക് വിടുന്നത് നിർത്തണം, അച്ഛനെ വീട്ടിൽ റെസ്റ്റ് ചെയ്യിക്കണം എന്നൊക്കെ. ഇവിടെ ജോലിക്ക് വന്ന് ആദ്യം ചെയ്ത കാര്യം അതുതന്നെയാണ്. അച്ഛനെ ജോലിക്ക് വിട്ടില്ല, അച്ഛൻ ജോലിക്ക് പോകുന്നത് നിർത്തിക്കോളാൻ പറഞ്ഞു. അച്ഛൻ ഇപ്പോൾ വീട്ടിൽ റിട്ടയർഡ് ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നു. ഞാനൊരു മടിയനായിട്ടുള്ള ചെറുക്കനായിരുന്നു. അപ്പം പിന്നീട് ഞാൻ അങ്ങോട്ടും ട്രൈ ചെയ്തില്ല വേറെ എങ്ങോട്ടും ജോലിക്ക് പോകാൻ വേണ്ടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അമ്മ സ്ഥിരമായിട്ട് തൊഴിൽ വാർത്തയൊക്കെ വരുത്തി എനിക്ക് അവിടെ ജോലിക്ക് വേണ്ട അമ്മയായിരുന്നു നോക്കുന്നത്, ഞാൻ നോക്കാറൊന്നുമില്ല. അമ്മ ഇങ്ങനെ ഇരുന്ന് നോക്കി എറണാകുളത്തൊരു കമ്പനിയിൽ ജോലി വേക്കൻസി ഉണ്ട്. അപ്പം എന്നോട് പറഞ്ഞ് വിളിക്കാൻ. ഞാൻ അങ്ങനെ വിളിച്ചു. അങ്ങനെ എറണാകുളത്ത് പോയി. ചെറിയ ശമ്പളമേ ഉള്ളൂ, ചെറിയ ശമ്പളത്തിലാണ്, ഒരു 8,000 രൂപ കണ്ടുള്ളായിരുന്നു എനിക്ക് ആ സമയത്ത് ശമ്പളം. അവിടെ ജോലിക്ക് കയറി. അപ്പോൾ അവിടെ ജോലിക്ക് കയറിക്കൊണ്ട് തന്നെ എൻ്റെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ബുധനാഴ്ച എന്ന് തോന്നുന്നു എല്ലാ ദിവസവും പത്രം വരുന്നത് അവിടെ. അപ്പോൾ പത്രത്തിൽ നോക്കി വേക്കൻസി എവിടെയൊക്കെ ഉണ്ട്, എവിടെയെങ്കിലും വിദേശത്തോട്ട് വേക്കൻസി ഉണ്ടോ അതെല്ലാം നോക്കി വിളിക്കുക, ആ നമ്പറിൽ നോക്കി വിളിക്കും. അങ്ങനെ കുറേ വിളിച്ച് കിട്ടിയതാണ് യൂറോപ്പിലോട്ടുള്ള ഈ കോണ്ടാക്റ്റ്. തൃശ്ശൂരുള്ള ഏജൻസി വഴിയാണ് ഞാൻ വന്നത്. പക്ഷേ ഇതിലെ റിസ്ക് എന്തുവാന്ന് വെച്ചാൽ എനിക്ക് ഇവരെ നേരിട്ട് കണ്ട് പരിചയമില്ല. പക്ഷേ ഇത്രയും പൈസ എനിക്ക് 3 ലക്ഷം രൂപ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് 75,000 രൂപ കണ്ട് ആദ്യം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു റിസ്ക് ആയിരുന്നു. ഒന്നാമത് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, വീട്ടിലും വലുതായിട്ട് പൈസയൊന്നുമില്ല. ബന്ധുക്കൾ കുറച്ച് പേര് സഹായിച്ച്, പിന്നെ അമ്മയുടെ ചെറിയ ലോണൊക്കെ എടുത്തായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ വന്നത്. എന്തായാലും ആ റിസ്ക് എടുത്ത് ഞാൻ കൊടുത്തു, ആ പൈസ കൊടുത്തിട്ടും കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. കുറേ നാൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞാൻ 1 കൊല്ലത്തോളം അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ എന്നിട്ടാണ് എനിക്ക് വിസ ആയത്. അതുവരെ എറണാകുളത്ത് ജോലി ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ട്രൈ ചെയ്യുക. പക്ഷേ ഇപ്പം പോളണ്ടിലോട്ട് വരാൻ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം ഇവിടുത്തെ ഗവൺമെൻറ് ഇപ്പം കൂടുതൽ റിജക്ഷനാണ് ചെയ്യുന്നത്. മറ്റേ യൂറോപ്യൻ കൺട്രിയിലോട്ട് നോക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ നോക്കിയിട്ട്. പിന്നെ ഒരു ബ്രോ ചോദിച്ചത് 20 ലക്ഷമൊക്കെ മുടക്കി യൂറോപ്പിലോട്ട് വന്നാൽ വെർത്താണോ? ഞാൻ പറയും ഒരിക്കലും വെർത്തല്ലെന്നാണ്. നിങ്ങൾ എന്ത് ജോലിക്കാണ് വരുന്നതെന്ന് അതനുസരിച്ചിരിക്കും. ഇപ്പോൾ അൺസ്കിൽഡ് ജോബൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ വലിയ ശമ്പളമൊന്നും പ്രതീക്ഷിച്ച് വരില്ല, കഷ്ടപ്പാടായിരിക്കും. സ്ഥിരമായിട്ടൊരു ജോലി കാണത്തില്ല. അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി മുട്ടി
കമ്പനി മാറി ചാടി ചാടി കളിക്കേണ്ടി വരും. എപ്പോഴും ഒരിടത്ത് സ്ഥിരമായിട്ടൊരു ജോലി കിട്ടത്തില്ല. എപ്പോഴും മാക്സിമം ഒരു സ്കിൽഡ് വർക്കായിട്ട് വരുന്നതാണ് നല്ലത്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പം എന്തുവാണ് പഠിച്ചിറങ്ങിയത്, ആ പഠിച്ച ജോലി തന്നെ ചെറിയ ശമ്പളത്തിലായാലും ചെയ്യുക. അത് ചെയ്തുകൊണ്ട് കുറച്ച് നാൾ പണി പഠിച്ച് ഒരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ അത് യൂറോപ്പോ ഗൾഫോ എങ്ങോട്ടായിരുന്നെങ്കിലും നോക്കുക. അങ്ങനെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലാതെ പഠിച്ച് ഇറങ്ങി ഉടനെ അൺസ്കിൽഡ് ജോബിനാണെന്നും പറഞ്ഞ് കയറി വരുന്നത് അത്ര നല്ല കാര്യമല്ല. നിങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടായിരിക്കും. IT ആണെങ്കിലും എന്താണെങ്കിലും പഠിച്ചിറങ്ങിയിട്ട് ചെറിയ ശമ്പളത്തിനായാലും നാട്ടിൽ ജോലി ചെയ്യുക. ശമ്പളം കുറവാണെന്നും പറഞ്ഞ് ഫീൽഡ് മാറിപ്പോകാതെ ആ ഫീൽഡിൽ തന്നെ നിന്ന് മാക്സിമം ജോലി ചെയ്ത് പണി പഠിച്ച് വെളിയിലോട്ട് നോക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അൺസ്കിൽഡ് വരുന്നതിന് കുഴപ്പമില്ല, പക്ഷേ ഒരുപാട് പൈസ മുടക്കി വരുന്നത് നഷ്ടം തന്നെയാണ്. നിങ്ങൾക്ക് ആ പൈസ തിരിച്ചെടുക്കാൻ കുറേ വർഷങ്ങൾ വേണ്ടി വരും. പിന്നെ അൺസ്കിൽഡിൻ്റെ ജോബിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ശമ്പള വർധനമൊന്നും കാണത്തില്ല. എപ്പോഴും ഒരേ ശമ്പളമൊക്കെ തന്നെ ആയിരിക്കും, വലിയ വർധനമൊന്നും കിട്ടത്തില്ല. നിങ്ങൾക്കൊരു സ്കില്ല് പഠിക്കാനും പറ്റത്തില്ല. അപ്പം ഏതൊരു സ്കില്ല് പഠിച്ചുകൊണ്ട് വരിക, അതാണ് എനിക്ക് നല്ലത്. പിന്നെ ഞാൻ വന്ന ഏജൻസിയുടെ പേരൊന്നും പറയുന്നില്ല, കാരണം ഞാൻ ഒരു ഏജൻസിയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് വേറൊന്നുമല്ല, ഞാൻ വന്നത് പിന്നെ അവരായിട്ടുള്ള കോൺടാക്റ്റ് ഒന്നുമില്ല. അപ്പം അവരിപ്പോൾ എങ്ങനെയാണ് അവരുടെ നിലവിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് അറിഞ്ഞു. ഇത്രയും പൈസ മുടക്കി കഴിഞ്ഞിട്ട് വരേണ്ടതുകൊണ്ടാണ് ഞാനിപ്പം ഏജൻസി ഒന്നും പറയാത്തത്. നിങ്ങൾക്ക് അത്രയ്ക്ക് അറിയണം നിർബന്ധമുള്ളവർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ വേണേ കോൺടാക്ട് നമ്പർ തരാം. പക്ഷേ നിങ്ങളുടെ സ്വന്തം റിസ്ക് നിങ്ങളത് നോക്കിക്കോണം. ഞാൻ അതിന് റെസ്പോൺസിബിൾ അല്ല. മാക്സിമം എല്ലാവരും ഒരു സ്കില്ല് പഠിച്ചിട്ട് വരാൻ നോക്കുക. മാക്സിമം ട്രൈ ചെയ്യുക. ട്രൈ ചെയ്താൽ നടക്കാത്തതായിട്ടൊന്നുമില്ല. ആരും നിങ്ങളുടെ കോൺഫിഡൻസ് കളയില്ല. ഈ കമൻറ്റ് ബോക്സിൽ ഇങ്ങോട്ട് എങ്ങനെ വരുന്നതെന്ന് ചോദിച്ചുള്ള മെസ്സേജിൻ്റെ അടിയിൽ വേറെ ആളൊന്ന് പറഞ്ഞേക്കുന്നുണ്ട്. എന്തിനാണ് അവിടെ പോകുന്നത്, അവിടെ പട്ടിപ്പണിയല്ലേ, അവിടെ നിൽക്കുന്നതിലും അവിടെ പോകുന്നതിലും ഭേദം ഇവിടെ നാട്ടിൽ നിൽക്കുന്നതാണ്. അങ്ങനല്ല, ഞാനിവിടെ വന്നേ പിന്നാണ് എൻ്റെ ജീവിതം ഒന്ന് മെച്ചപ്പെട്ടത്. അങ്ങനെയുള്ള കമൻറ്റുകളൊന്നും കണ്ട് നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങൾ ട്രൈ ചെയ്താൽ നിങ്ങൾക്കും വരാൻ പറ്റും. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ട്രൈ ചെയ്യണം. ഒരു സ്കില്ല് പഠിച്ചിട്ട് ട്രൈ ചെയ്യുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ നിങ്ങൾ അവരോടൊപ്പം ഷെയർ ചെയ്ത് കൊടുക്കുക.